കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പെട്ടെന്ന് മസിൽ പിടിച്ചു എന്നുണ്ടെങ്കിൽ ഈ സാധനം ഒന്ന് ഒട്ടിച്ചിട്ട് നമ്മൾ ആ മസിലിൻ്റെ അവിടെ ഒന്ന് ഒട്ടിച്ചിട്ട് ഉണ്ടോ, ഇത് മൗത്ത് വാഷാണ്. നമുക്ക് ഡൈല്യൂട്ട് ചെയ്യണ്ട, നേരെ ഇത് വായിലേക്ക് ഒഴിക്കുക, കുൽക്കുഴിക്കുക ചെയ്യുക. എന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഐസ് വെള്ളം എടുത്ത് പല്ല് തേക്കാൻ ചിലപ്പോൾ പറ്റിയത് വരില്ല. വളരെ സിമ്പിളായിട്ട് കൈലാസ് മാനസരോവർ യാത്ര ഏകദേശം ഒരു 2 ആഴ്ചയുണ്ട്, നിറച്ച് സാധനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് ട്രാവൽ ബാഗ് എങ്ങനെ അറേഞ്ച് ചെയ്യാം, പാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. കാണിക്കാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ന്യൂജനുകാർ പാക്ക് ചെയ്യണ പോലെ പെട്ടെന്ന് ഇപ്പോൾ കൈലാസ് മാനസരോവർക്ക് പോണ അമ്മമാർക്ക് പാക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഇവിടുത്തെ അമ്മ അനുഭവിച്ചൊരു ടെൻഷൻ്റെ പോലെ ഏതെങ്കിലും അമ്മമാർ ടെൻഷൻ അനുഭവിക്കുന്നു, അവർക്ക് സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതായത് ഏറ്റവും മുകളിൽ ചെന്ന് ട്രക്കിങ്ങിനുള്ള ഒരു വലിയൊരു ബാഗ്, ഒരു നമ്മുടെ ജാക്കറ്റാണ് ഇത്. അങ്ങനെ തന്നെ നമ്മൾ ആ പെട്ടിയിൽ വെച്ചാൽ അതിൻ്റെ 3/4 സ്പേസും അത് എടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ മടക്കി ഇതേപോലെ ഒരു ബാഗ്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. എയർ സക്ക് ചെയ്യാൻ പറ്റുന്ന ബാഗാണ്. ഇതുപോലെ ഒരു ബാഗ്. ഇതിൻ്റെ സിബ് ലോക്ക് ഇങ്ങനെ അടയ്ക്കാം. സിബ് ലോക്ക് ഇങ്ങനെ അടയ്ക്കാം. ഈ നോബ് ഓപ്പൺ ചെയ്യാം. ഇതിലെ മാക്സിമം എയർ പുറത്തേക്ക് കളയാം. നമ്മൾ കൈ കൊണ്ട് കളയാൻ പറ്റുന്നതൊക്കെ കളയാം. മാക്സിമം എയർ നമ്മൾ പുറത്തേക്ക് കളയാം. ഇങ്ങോട്ട് കൊണ്ടുപോകാം. അതിന് ഇങ്ങനെ കാണണം. എന്നിട്ട് ഇത് വെച്ചിട്ട് ഊട്ടിയാണ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മാക്സിമം എയർ സക്ക് ചെയ്ത് കളഞ്ഞ് നോബ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഒട്ടും സ്പേസ് ഇല്ലാണ്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ സ്പേസ് എടുക്കാണ്ട് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഒരു സ്ഥലത്തിരിക്കും. ഓക്കെ, നേപ്പാളിൽ 4 ദിവസം ഉള്ളത് സാധാരണ നോർമൽ ടെമ്പറേച്ചറും നോർമൽ ഡ്രസ്സുകളാണ്. അതിന് പ്രത്യേകിച്ച് നമുക്ക് പാക്കിംഗ് ഒന്നും വേണ്ട. ഏറ്റവും മുകളിലത്തെ ലെയറിൽ നമുക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അത് ചെയ്തപ്പോൾ തന്നെ അറിയാം. ഇനി നേപ്പാൾ ടു ഞാലം ടെമ്പറേച്ചർ കുറഞ്ഞു വരാണ്. ഞാലം എത്തുമ്പോഴേ ഭയങ്കര തണുപ്പ് വരുള്ളൂ. അപ്പോൾ ഒരു ബനിയൻ, ഒരു ഉള്ളിലൊരു തെർമൽ, ജസ്റ്റ് ഒരു സാധാരണ തെർമലും ഒരു ബനിയനും ഒരു പാൻറ്റും അണ്ടർ ഗാർമെൻറ്റ്സും ആയിട്ട് ഞാൻ വെറുതെ വയ്ക്കുന്നുണ്ട്, അമ്മയ്ക്ക് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട്. ഇനി ഞാലം തുടങ്ങിയാണ് നമ്മുടെ മൈനസ് ടെമ്പറേച്ചർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണേ. അതായത് ടെമ്പറേച്ചർ കുറഞ്ഞ് മാനസരോവർ എത്തുമ്പോഴേക്കും ഏകദേശം മൈനസ് ടെമ്പറേച്ചർ ആവും. അപ്പോൾ ഞാലത്തുനിന്നേ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷനാണ്. അതിനായിട്ട് 3 സെറ്റാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, തെർമൽസും ഇതും. അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാലം ടു കൈലാസ് മാനസരോവർ വരെയുള്ള സ്ഥലത്തേക്ക് സെറ്റ് 1 തെർമൽ സെറ്റ് 1. അത് ഇതുപോലെ റാപ്പ് ചെയ്തേക്കാണ്. അതിൻ്റെ ഉള്ള അമ്മയ്ക്ക് എടുക്കാൻ എളുപ്പത്തിന്, അല്ലെങ്കിൽ നമ്മൾ പെട്ടിന്ന് ഏതൊക്കെ എപ്പോഴൊക്കെ എടുക്കണ്ടേന്നുള്ള കൺഫ്യൂഷൻ വരില്ല വെച്ചിട്ട് ഞാൻ എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. തെർമൽ സെറ്റ് 1, അതായത് ഞാലം ടു മാനസരോവറിലേക്ക് ഉള്ള സമയത്ത് ഒരു സെറ്റ് തെർമൽ, ഒരു ഡ്രസ്സ്, 3 സോക്സ്, അണ്ടർ ഗാർമെന്റ്സ്, ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഫ്ലീസ്, അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്ലീസും ജാക്കറ്റും ഒക്കെ ഇടലുണ്ട്. അത് പക്ഷെ കോമൺ ആയിട്ട് ഒരെണ്ണം ഉള്ളത് കൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് അത് മാറ്റി വെച്ചത്. ഇത് ഒരു സെറ്റ് നമ്മൾ ഞാലത്തിൽ നിന്ന് കൈലാസ് മാനസരോവറിലേക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് ഇല്ല. അപ്പം ഇത് നമ്മൾ ഫസ്റ്റ് വച്ചു. നെക്സ്റ്റ് മാനസരോവറിൽ എത്തിക്കഴിഞ്ഞാൽ മാനസരോവർ ലേക്കിൽ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് വളരെ ലൂസായിട്ടുള്ള ഒരു ഡ്രസ്സും പാൻസും പെട്ടെന്ന് ഊരാൻ പറ്റണം. ഇതിപ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്യണത് അമ്മയ്ക്ക് വേണ്ടിയാണ് കേട്ടോ, ഞങ്ങളല്ല പോണത്.
അപ്പോൾ അമ്മയ്ക്ക് അത് പെട്ടെന്ന് എടുക്കാൻ ഉള്ള എളുപ്പത്തിനാണ്. അല്ലെങ്കിൽ തപ്പി ആകെ കൺഫ്യൂഷനായി അവിടെ ചെല്ലുമ്പോൾ ഏതാണ് അവിടെ ഇടേണ്ടത്, ഏതാ തെർമൽ ഇടേണ്ടത്, ഏതാ സാധനം ഇടേണ്ടത് എന്ന് വെച്ചാൽ കുറേ ഇടണമല്ലോ. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ റാപ്പ് ചെയ്യുന്നത്. അപ്പോൾ കുളിക്കാൻ നേരത്തെ അവർ പറഞ്ഞേക്കണം വളരെ ലൂസായിട്ടുള്ള ടോപ്പും പാൻസും പിന്നെ ടവലും ആണ് വേണ്ടതെന്നാണ് പറഞ്ഞത്, അണ്ടർ ഗാർമെൻറ്റ്സ്. അപ്പോൾ ഈ ടവൽ, അണ്ടർ ഗാർമെൻറ്റ്സ് ആൻഡ് ടോപ്പും പാൻസും ആണ് ഇത് ഫോർ ബാത്ത് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. ഫോർ ബാത്ത്. അപ്പോൾ ഇതിൻ്റെ റാപ്പ് ചെയ്യണത് എളുപ്പത്തിനും നനയാതിരിക്കാനും. പക്ഷെ അത് പെട്ടിയിൽ വയ്ക്കുമ്പോൾ അതിന് നനയണം. ഇങ്ങനെയാണ് ഞാൻ റാപ്പ് ചെയ്യാം. അപ്പം അമ്മ പറഞ്ഞ എന്താ വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ അവർ ബാഗൊക്കെ ചേഞ്ച് ചെയ്യും. ചിലപ്പോൾ ഹാൻഡ് ബാഗ്, മറ്റേ ഷോൾഡർ ബാഗൊക്കെയാണ്. അപ്പോഴും നനയാതിരിക്കാനും ഇതൊരു സേഫ്റ്റിയാണ്. അപ്പോൾ ബാത്തിങ്ങിന് വേണ്ടിയിട്ട് സെക്കൻഡ് സെറ്റ്. ഇനി കുളി കഴിഞ്ഞിട്ട് മാനസരോവറിൽ നിന്ന് കൈലാസം വരെ നമ്മുടെ ട്രക്കിംഗ് അതിനായിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ തെർമൽ, ഡ്രസ്സ്, അണ്ടർ ഗാർമെൻറ്റ്സ്, പിന്നെ ഫ്ലീറ്റ്സ്, ജാക്കറ്റ്, 3 സോക്സ്, ഇതൊക്കെയാണ് ഇതിൽ. ഇതുപോലെ തന്നെ നമ്മൾ സെറ്റ് 2 എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും കുളി കഴിഞ്ഞിട്ട് ഇടാനുള്ളത്. ഞാൻ ഒരു റാപ്പ് ചെയ്തിട്ടുണ്ടായി, നിങ്ങൾക്ക് കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ചെയ്യും. അത് വേണ്ട. അപ്പൊ അത് സെറ്റ് 2. ഓക്കെ. അപ്പൊ അത് അങ്ങനെ വെച്ചു. കുളിക്കുന്നതിന് മുൻപ്, കുളിക്കാൻ നേരം, കുളി കഴിഞ്ഞിട്ട്. ഇത് നേപ്പാളിൽ നിന്ന് എത്തിയിട്ട് ജ്ഞാനത്തിലേക്ക് പോകുമ്പോഴുള്ള ഒരു ചെറിയ പ്രിക്വേഷൻസിലുള്ള ഡ്രസ് അറേഞ്ച്മെന്റ്. ഇത് സെറ്റ് 3. സെറ്റ് 3 ഒരു സ്പെയർ അവർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ തെർമലും അണ്ടർ ഗാർമെൻറ്റ്സും 3 സോക്സും ഒക്കെ ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിട്ട് നമ്മുടെ സെറ്റ് 1നും സെറ്റ് 2നോ എന്തെങ്കിലും നനയേ എന്തെങ്കിലും ഒരു കോട്ടൺ നമുക്ക് തണുക്കരുതല്ലോ. ഇപ്പോൾ ഒരു സെറ്റ് 3 നമ്മൾ സ്പെയർ വെച്ചതാണ്. ഇങ്ങനെയാകുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല എടുക്കാൻ. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ 3 തെർമലുണ്ട്, 3 സോക്സ് ഉണ്ട്, ഏതൊക്കെ ഇടണം, ഏതൊക്കെ വേണ്ടേ, ബാക്കി ഉണ്ടോ, എടുത്തോ, അങ്ങനെ ആകെപ്പാടെ കൺഫ്യൂഷൻ. ഇതാകുമ്പോൾ എടുത്തങ്ങോട്ട് പോയി ഡ്രസ്സ് മാറി വരാമല്ലോ. അമ്മമാർക്ക് അതായിരിക്കും എളുപ്പം. സെറ്റ് 3 ഓക്കെ. ഇപ്പോൾ തന്നെ നമ്മുടെ പെട്ടിയുണ്ടോ, വളരെ സ്പേസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. ഇനി നമ്മൾ അവിടെ ഉപയോഗിക്കാനുള്ള ഷൂ, അവിടെ വെച്ചിട്ട് ഇടാനുള്ള ഷൂ, അതും നമ്മൾ ലാസ്റ്റ് തന്നെ വയ്ക്കുകയാണ്. എന്താ വെച്ചാൽ അത് നമുക്ക് പെട്ടെന്നൊന്നും യൂസ് ആവണ്ടല്ലോ, വേണ്ടല്ലോ. ഇവിടെ നിന്നൊന്നും വേണ്ടല്ലോ, അവിടെ ചെന്നിട്ടല്ലോ. നേപ്പാളിൽ നിന്ന് പിന്നെ പോകുമ്പോഴേ വേണ്ടു. അപ്പം നമ്മളിവിടെ ഓക്കെ കണ്ണുണ്ടാവും. ഇങ്ങനെ 2 എണ്ണം, ഇങ്ങനെ 2 എണ്ണം. അതിപ്പോൾ 10 മണിയാകുമ്പോൾ കൊടുക്കാം. ഇങ്ങനെ 2 എണ്ണം നമ്മൾ അതും ഇതുപോലെ തന്നെ റാപ്പ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇനി ഒന്നും ആവണ്ടെന്ന് വെച്ചിട്ട്. ഇനി നമ്മുടെ മെയിൻ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പൗച്ച് എടുക്കുക. എല്ലാ മേക്കപ്പ് സാധനങ്ങൾ, അതുപോലെ മോയ്സ്ചറൈസർ, ലിപ് ബാം, നോക്കട്ടെ, മോയ്സ്ചറൈസർ, ലിപ് ബാം, ഒരു ചെറിയ കത്രിക വെച്ചിട്ടുണ്ട്, എക്സ്ട്രാ ഷൂ ലേസ് അവിടെ വെച്ചിട്ട് എങ്ങാനും ഷൂ ലേസ് എന്തെങ്കിലും പറ്റിപ്പോയാൽ, സാനിറ്റൈസർ, ലിവോൺ മുടിയിൽ ജസ്റ്റ് ഒന്ന് തേക്കാൻ, പിന്നെ ചൊറിച്ചിൽ വരുമ്പോൾ ഉപയോഗിക്കണത്, പിന്നെ സൺസ്ക്രീൻ അത് മസ്റ്റാണ് കേട്ടോ. 50+ തന്നെ വേണം. അവിടുത്തെ വെയിൽ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സൺസ്ക്രീൻ 2 ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ നെയിൽ കട്ടർ എങ്ങാനും ആവശ്യം വന്നാൽ. ഒരു
പ്രിപ്പറേഷനാണ് അതൊക്കെ. പിന്നെ അമ്മയ്ക്ക് കാല് വേദന വരാണെങ്കിൽ ഒരു ലിപ് ഹീറ്റ് വെച്ചിട്ടുണ്ട്, ലിപ് ബാം വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മേക്കപ്പ് സെറ്റ് ബാഗ്. മേക്കപ്പ് അല്ല, മോയ്സ്ചറൈസർ കം ബോഡി പ്രിക്കോഷൻസ് ബാഗ് അതൊരെണ്ണം വേണം. മെഡിസിൻ ഒരു ബാഗ് വേണം, ഫുൾ മെഡിസിൻ, ഫുൾ സെറ്റ് ഓഫ് മെഡിസിൻ ഡോക്ടർ തന്നിട്ടുണ്ട്. നിറച്ച് സാധനം വിത്ത് പ്രിക്കോഷൻസും വേണം. പ്രിക്കോഷൻസിനുള്ള പ്രിസ്ക്രിപ്ഷൻസും വേണം. പ്രിസ്ക്രിപ്ഷൻസും വേണം. പ്രിസ്ക്രിപ്ഷൻസ് ഇല്ലാണ്ട് നമുക്ക് മെഡിസിൻസ് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിസ്ക്രിപ്ഷൻസും ഉള്ളത് ഫുൾ സെറ്റ് മെഡിസിൻ. അതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവരെല്ലാ മെഡിസിൻസ് തന്നു. മെഡിസിൻസിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതെന്താ അറിയോ, നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പെട്ടെന്ന് മസിൽ പിടിച്ചു എന്നുണ്ടെങ്കിൽ ഈ സാധനം ഒന്ന് ഒട്ടിച്ചിട്ട് നമ്മൾ ആ മസിലിൻ്റെ അവിടെ ഒന്ന് ഒട്ടിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ, എടുക്കുകയല്ലേ തെർമലിൻ്റെ മുകളിൽ എവിടെയാണോ മസിൽ പെയിൻ വന്നേ അവിടെ ഒന്ന് ഒട്ടിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ മസിൽ പെയിൻ പോകുന്ന പറയണേ. ആ തണുപ്പിൻ്റെ ചൂടാവുത്രേ. അപ്പോൾ ആ തണുപ്പിൻ്റെ മൂലം ഉണ്ടാവണം മസിൽ പെയിൻ പോകാൻ ഇത് വളരെയധികം ഉപകാരമാണെന്ന്. അപ്പോൾ ഇത് ഒരു പാക്കറ്റ്, ഇത് 1 2 3 4 5 5 ഒരു സെറ്റ് നമ്മൾ ഇതേപോലെ ഒരു പൗച്ചിൽ വെച്ചിട്ടുണ്ട് മെഡിസിൻ്റെ കൂടെ തന്നെ. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വേണം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എത്തിരി എനർജി ബൂസ്റ്റേഴ്സായിട്ട് ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് മിഠായിസ്, നമ്മുടെ സ്നിക്കേഴ്സ്, ചോക്ലേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേണം എനർജി ബൂസ്റ്ററായിട്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ സിബ് ലോക്കിലാക്കിയിട്ട് ഞാൻ ഒന്നും കൂടി ഇത് വെച്ച് റാപ്പ് ചെയ്യണ്ട അല്ല ഇത് ഒരു സിബ് ലോക്കിലാക്കിക്കണേ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് എപ്പോഴാണ് എടുക്കേണ്ടി വരാമെന്നുള്ളത് കൊണ്ട് നമ്മൾ റാപ്പ് ചെയ്യുന്നില്ല, സിബ് ലോക്കിലാക്കി വെച്ച് വെക്കുക. അത് വേണം. അപ്പോൾ അതൊക്കെ നമ്മൾ പെട്ടിയിൽ തന്നെയല്ലേ വെക്കണേ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി ഓരോന്നും നമ്മൾ ഡ്രസ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഡ്രസ്സുകളുടെ ഇടയിലായിട്ട് ഇനി അടുത്തൊരു പൗച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത് കണ്ടോ, ഇത് മൗത്ത് വാഷാണ്. നമുക്ക് ഡൈല്യൂട്ട് ചെയ്യണ്ട, നേരെ ഇത് വായിലേക്ക് ഒഴിക്കുക, കുൽക്കുഴിക്കുക ചെയ്യുക. എന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഐസ് വെള്ളം എടുത്ത് പല്ല് തേക്കാൻ ചിലപ്പോൾ പറ്റിയത് വരില്ല, അല്ലെങ്കിൽ അതെടുത്ത് വായിൽ ഒഴിക്കുക. ഇതുപോലെ യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള ബ്രഷുകളുണ്ട്. എന്ന് വെച്ചാൽ അവിടെ വെള്ളമൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള ബ്രഷ് ഉണ്ട്. ഇതൊക്കെ ആമസോണിലുണ്ട്. വേണമെങ്കിൽ ഞാൻ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഇതും യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള ബ്രഷാണ്. ഈ ബ്രഷ് വെച്ച് ബ്രഷ് ചെയ്യുക, കളയുക. അപ്പോൾ അതിന് ഒരു 8 10 നമ്മൾ എന്തായാലും അവിടെ ഒരു ആഴ്ചയുടെ പോലെ 7 മസ്റ്റായിട്ട് വേണം. അതിനേക്കാളും കൂടുതലുണ്ടായാലും ബാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. ഇതും ഒരു പൗച്ച് വെക്കാം. വേണ്ട, അത് പറയണേന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു പൗച്ചിൽ ആരും നെഗറ്റീവായിട്ടൊന്നും എടുക്കരുത്. പൗച്ചിൽ നമുക്ക് എപ്പോഴും അവിടെ ബാത്റൂമിലൊക്കെ പോയാൽ വാഷ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെറിയ നാപ്കിൻസ് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. നമ്മുടെ പാൻറ്റീസിന് വേണമെങ്കിൽ വയ്ക്കാൻ, ഇച്ചിങ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ ആയിട്ട്. അതും ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ അവിടുത്തെ വാട്ടർ അവൈലബിലിറ്റിയും നമുക്ക് യൂസേജും എത്രത്തോളം പറ്റും എന്നുള്ളത് അവിടെ ചെന്നാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. അത്ര ഡിഫിക്കൽട്ടായിരിക്കും -डिग्री ആകുമ്പോൾ. അപ്പോൾ അത് പ്രത്യേകിച്ച് പ്രായമുള്ളവരാകുമ്പോൾ ഒട്ടും അവർക്ക് പറ്റില്ല. അപ്പോൾ ഇതേപോലത്തെ നാപ്കിൻസ് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ DM ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ. പിന്നെ നമ്മുടെ ബാഗിന് ഒരു റെയിൻ കോട്ട് വേണം. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടി യൂസ് ചെയ്യില്ല, നമ്മൾ ബാഗാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെയിൻ കോട്ടും അതുപോലെ നമുക്കും വേണ്ടിയിട്ടുള്ള റെയിൻ കോട്ട് വേണം. എന്ന് വെച്ചാൽ മഞ്ഞ് വീഴുമ്പോഴൊക്കെ നമുക്ക് വെള്ളമൊന്നും നനയാണ്ടിരിക്കാൻ ഒരു റെയിൻ കോട്ടും ബാഗിനുള്ള റെയിൻ കോട്ടും. പിന്നെ ഒരു ചെറിയ ബോട്ടിൽ നമുക്ക് വെള്ളം കുടിക്കാൻ, പിന്നെ ഫ്ലാസ്ക്, വലിയൊരു ഫ്ലാസ്ക് ചൂടുവെള്ളം വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇത്രയൊക്കെയാണ്. പിന്നെ ഒരു ഹാൻഡ് ബാഗിൽ നമ്മൾ വയ്ക്കാനായിട്ട് 3 മിക്സ് ചെയ്തിട്ട് അയമോദകം, പെരിഞ്ജീരകം, ജീരകം, ഇത് 3 മിക്സ് ചെയ്ത് വയ്ക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇടയ്ക്ക് എന്തെങ്കിലും ഗ്യാസ് പ്രോബ്ലം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെറുതെ വായിലിടുന്നത് വളരെ നല്ലതായിരിക്കും അല്ലേ.
ഇതാ അമ്മ പറഞ്ഞ ടിപ്പാണ് കേട്ടോ. ORS. മെഡിസിൻസിൽ ORSും കൂടി വെക്കണം. നമുക്ക് എപ്പോഴാണ് ഡീഹൈഡ്രേഷൻ വരാമെന്ന് വെച്ചാൽ അവിടെ നമുക്ക് കുറേ വെള്ളമൊന്നും കുടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ORS മസ്റ്റാണ്. ORS ഒക്കെ നമ്മൾ ഈ മെഡിസിൻ ബാഗിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഓയിൽമെൻറ്റ്സ്, ഇച്ച് ഗാർഡ്, അങ്ങനെ ഉള്ളതെല്ലാം നമ്മൾ മെഡിസിൻ ബാഗിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ബാൻഡേജ്, വിക്സ്, ഇതൊക്കെ നമ്മൾ മെഡിസിൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെഡ് ലാമ്പ്, പിന്നെ ബാറ്ററി, ചാർജർ, ഒരു കുഞ്ഞ് എമർജൻസി എന്ന് പറഞ്ഞ പോലെ കുഞ്ഞ് എമർജൻസി പോലെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ലൈറ്റ് താഴേക്ക് വേണം, ഹെഡ് ലാമ്പ് തന്നെ പറ്റിയെന്ന് വരിക എന്നുണ്ടെങ്കിൽ അതിന്. പിന്നെ പവർ ബാങ്ക്. ഇതൊക്കെ നമ്മളൊരു സിപ്പ് ലോഗിൽ ഹാൻഡ് ബാഗ് മറ്റേ ക്യാരി ബാഗിൽ അല്ലെങ്കിൽ ബാക്ക് ബാഗിൽ വെക്കാൻ വേണ്ടി നമ്മൾ ചെക്കിങ്ങിനൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സെക്ഷൻ ഈ സെക്ഷൻ ബാക്ക് ബാഗിൽ വെക്കാനുള്ളതാണ്. ബാക്ക് ബാഗ് ഇവിടെ നിന്ന് പോകുമ്പോൾ വളരെ കുറച്ച് സാധനങ്ങളേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പെട്ടിയായിരിക്കില്ല, കുറേ സാധനങ്ങൾ ഇതിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ കൊണ്ടുപോവുക. അത് പിടിക്കാനൊക്കെ അവിടെ ആളുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഹാൻഡ് ബാഗിൽ വെക്കാനുള്ള സാധനങ്ങളാണ് ഈ ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം. പിന്നെ ഒരു ടവല്, പിന്നെ ഒരു നമ്മുടെ വെറ്റ് ടിഷ്യൂ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമുക്ക് തുടയ്ക്കാൻ, കൈ കഴുകാൻ പറ്റിയില്ല വെച്ചാൽ വെറ്റ് ടിഷ്യൂ, പിന്നെ നോർമൽ ടിഷ്യൂ തുടയ്ക്കാൻ, പിന്നെ ഗ്ലൗസ്, ഹാൻഡ് ഗ്ലൗസ്, മഫ്ലർ, അങ്ങനെ നമ്മളെ തണുപ്പിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ചെവി അടയ്ക്കണത്, തലയിൽ വെറുതെ വെയിൽ വരുമ്പോൾ തലയിൽ മാത്രം ഇടാനായിട്ട്. ഇപ്പോൾ നമുക്ക് മഫ്ലർ ഇടാൻ പറ്റില്ല, ചിലപ്പോൾ വെയിലൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് തലയിൽ ഇടാനുള്ളത്, അങ്ങനത്തെയൊക്കെ നമ്മൾ ഒന്ന് സിപ്പ് ലോക്കിലാക്കി വെച്ചിട്ട് ഹാൻഡ് ബാഗിൽ എങ്ങനെയാണ് വെക്കണം. എന്താ വെച്ചാൽ എപ്പോഴാണ് നമുക്ക് തണുപ്പ് വരുമ്പോൾ കയ്യിലിടണ്ടേ, അന്ന് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഊരിയിടാം എന്നൊക്കെ ആയിട്ടും. ഒരു കുഞ്ഞ് ജാക്കറ്റ് നമുക്ക് നോർമൽ യൂസിനായിട്ടും, ഒരു എന്താ പറയുക ഫ്ലീസ് നമ്മൾ നോർമൽ യൂസിനായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും തണുപ്പ് വരുമ്പോൾ ഇടാം, അല്ലാത്ത വേണ്ട എന്നുള്ളത് ഹാൻഡ് ബാഗിൽ. ഒരു സൺഗ്ലാസ്, UV സൺഗ്ലാസ് തന്നെ വേണം. അവിടേക്ക് പോകുമ്പോൾ UV സൺഗ്ലാസ് തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് തന്നെ ഉള്ളതാണ് അത് വാങ്ങിക്കണേ. എന്തിനാ വിഷയം രണ്ടുപേർക്കും വേണം വച്ചോക്കെ. ഇനി മെയിൻ സാധനം കുത്തി പിടിച്ച് പോണ്ട, കയറണ്ടേ വടി, അത് മറക്കണത്. ഞാൻ അത് പെട്ടിയില്ല കേട്ടോ, അത് പെട്ടിയില്ല. അപ്പൊ ഇനി നമുക്ക് സാധനങ്ങളൊക്കെ ഏകദേശം മനസ്സിലായല്ലോ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന്. ഇനി നമുക്കത് വയ്ക്കാം. ഇതൊക്കെ നോർമൽ ഡ്രസ്സുകൾ നമ്മൾ നേപ്പാളിൽ വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടി വയ്ക്കണതാണ്. അപ്പോൾ അത് അവരവരുടെ ഇഷ്ടത്തിന്. ഇപ്പം നമ്മൾ ഒരു 4 ജോഡിയാണ് അമ്മ ഒരു ടോപ്പും നൈറ്റിയും ഒക്കെ ആയിട്ട് അമ്മ എടുത്തേക്കണേ. മരുന്നുകളും ബാക്ക് ബാഗിലാണ്. അപ്പം നമ്മളെ മേക്കപ്പ് സാധനങ്ങളും ഇതും സ്വീറ്റ്സ്. ഇത് നമ്മൾ നേരത്തെ കണ്ട എന്തായിരുന്നു മസിൽ ക്രാമ്പിൻ്റെ, അത് അതിൽ വെക്കണോ? മസിൽ ക്രാമ്പിൻ്റെ. പിന്നെ നമ്മുടെ നാപ്കിൻസ്, പിന്നെ റെയിൻകോട്ട്, കോട്ട്, ബ്രഷ്, പേസ്റ്റ്, മൗത്ത് വാഷർ, ബ്രഷ്, അതിമോദക ഹാൻഡ് ബാഗിൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുള്ളത്. ഫ്ലാസ്ക് 2 വടി ഫ്ലാസ്ക്. ഇത് ഏതെങ്കിലും ഡ്രസ്സിൻ്റെ ഇടയിൽ വെക്കണതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. ഫ്ലാസ്ക് അതിൻ്റെ അടിയിൽ വടി വെക്കാൻ മക്കളല്ലേ. പിന്നെ നമ്മുടെ വടി, എക്സ്ട്രാ കവർ വടി നോക്കില്ല, എക്സ്ട്രാ കവറേ വടി. ഇനിയും സ്പേസ് വേണമെങ്കിൽ തുണികൾ വയ്ക്കാനൊക്കെ ആയിട്ട്, പക്ഷെ നമുക്ക് ആവശ്യമില്ല, അത്രയേ ഉള്ളൂ. ഒരു പൗച്ചും പിന്നെ ഒരു വെറ്റ് പൗച്ച്, അതായത് എന്തെങ്കിലും ഒരു നനഞ്ഞതൊക്കെ ഇടണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഒരു വെറ്റ് പൗച്ച് വെക്കുന്നുണ്ട്, ഒരു പൗച്ച് വെക്കുന്നുണ്ട്. ഓക്കെ, ഒരു 2-3 സിപ്പ് ലോക്കിന്റെ കവറുകൾ
ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ സിപ്പ് ബ്ലോക്കിൻ്റെ കവറുകൾ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു കവറും ഞാനിവിടെ ഇങ്ങനെ എക്സ്ട്രാ വച്ചിട്ടുണ്ട്. എന്തെങ്കിലും അതുപോലെ നമ്മുടെ പമ്പ് ചെയ്യണ ഒരു 2 കവറും എക്സ്ട്രാ വച്ചിട്ടുണ്ട്. ഇനി തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ പാക്കൊക്കെ മാറ്റി കഴിയുമ്പോൾ തിരിച്ചൊക്കെ വരുമ്പോൾ ഈ പാക്കൊക്കെ മാറ്റുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് പമ്പ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി അമ്മയ്ക്ക് കൊണ്ടുവരാനോ, അതുകൊണ്ട് അതും എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ കൈലാസ് മാനസരോവർ യാത്രയുടെ നമ്മുടെ പെട്ടി പാക്കിംഗ് ഫിനിഷ്. അങ്ങനെ അമ്മ ഹാപ്പിയാണ്. നമ്മുടെ പെട്ടി പാക്കിംഗ് ഫിനിഷ്. ഈ ബാഗ് ഹാൻഡ് ബാഗിലും കൂടി ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ബാഗാണ് അവിടെ ചെന്നിട്ട് ഇവർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടൊക്കെ എടുക്കണ ബാഗ്. ഇപ്പോൾ പോകുമ്പോൾ നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ ബാഗിൽ. അതിന് നമ്മൾ നമ്മുടെ ഗ്ലൗസുകൾ, മെഡിസിൻസിൻ്റെ ബാഗ്, വൈപ്സ്, ടിഷ്യൂ, പിന്നെ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ സർട്ടിഫിക്കറ്റും അതായത് ടെസ്റ്റുകളൊക്കെ നടത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക്. ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയും ഒക്കെ നമുക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ടോ കയറാൻ എന്നുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയതിൻ്റെയും അതുപോലെ പ്രിസ്ക്രിപ്ഷൻ്റെയും ഫയല്, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ഒരു ടവല്, ഒരു ചെറിയ സാനിറ്റൈസറും സൺഗ്ലാസും ഫ്രണ്ടിൽ വയ്ക്കുന്നത്, പിന്നെ അയ്മോദകവും ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമെങ്കിൽ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലീസ് ഇടയ്ക്ക് തണുപ്പ് എപ്പോഴാണ് എയർപോർട്ടിൽ വെച്ചിട്ടും ഇവർക്ക് ചിലപ്പോൾ തണുക്കാം, അപ്പോൾ അത്. പിന്നെ തലയിൽ നോർമലി നമ്മൾ എപ്പോഴും കെട്ടിക്കൊണ്ട് പോകണം. ഈ ബാഗ് വയ്ക്കണ്ടേ, വെറുതെ തൂക്കാം, പൈസയൊക്കെ വെക്കണം. അതുകൂടെ അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഫിനിഷ്. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഫിനിഷ്. എൻ്റെ അമ്മയുടെ പോലെ തന്നെ ഏതെങ്കിലും ഒക്കെ അച്ഛനമ്മമാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും ഒരു രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.